Hi guys, welcome to SIPA and my name is Sajil Mohammed. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ACCയെ കുറിച്ചുള്ള ജനറൽ ഡൗട്ട്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡൗട്ട്സിനെ കുറിച്ചിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ ഫസ്റ്റ് എന്താണ് ACC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസോസിയേറ്റ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ബോഡി കൊടുക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻ ആണ്. സോ ഇനി നമ്മളോട് ജനറലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് എലിജിബിലിറ്റി, എത്ര ക്വാളിഫിക്കേഷൻ വേണം ACCക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 10th +2 പാസ്സായിട്ടുണ്ടാവണം. 10th പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ACCക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ദെൻ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്, നമുക്ക് എക്സംഷൻസ് കിട്ടുന്നുണ്ട്. ദെൻ പിന്നീട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര ടൈം എടുക്കും ACCയെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എത്ര ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 to 3 years ആണ് ഓൺ ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. 2 years to 3 years ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ കപ്പാസിറ്റി. ACCക്ക് ടോട്ടൽ വരുന്നത് 15 സബ്ജക്ട്സ് ആണ്. 15 സബ്ജക്ട്സിൽ നമ്മൾ 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ACCA ക്വാളിഫിക്കേഷൻ കിട്ടും. ക്ലിയർ? സോ ഏതൊക്കെയാണ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ CAയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ, IPCC ആൻഡ് ഫൈനൽ. അതുപോലെ തന്നെ നമുക്ക് നോളജ് ലെവൽ, സ്കിൽ ലെവൽ ആൻഡ് സ്ട്രാറ്റജിക് ലെവൽ, ഈ പേപ്പേഴ്സാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്കിൽ ലെവൽ, നോളജ് ലെവൽ ആൻഡ് സ്ട്രാറ്റജിക് ലെവൽ ആണ് വരുന്നത്. നമ്മളുടെ നോളജ് ലെവലിൽ നമുക്ക് ബിസിനസ് ആൻഡ് ടെക്നോളജി, അതേപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഈ പേപ്പേഴ്സാണ് നമുക്ക് വരുന്നത്. സോ നമ്മളുടെ സ്കിൽ ലെവലിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ, ടാക്സേഷൻ, അതുപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഈ പേപ്പേഴ്സാണ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് സ്ട്രാറ്റജിക് ലെവലാണ്. സ്ട്രാറ്റജിക് ലെവൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് എസെൻഷ്യൽ പേപ്പേഴ്സ് ആൻഡ് ഓപ്ഷണൽ പേപ്പേഴ്സ്. എസെൻഷ്യൽ പേപ്പേഴ്സിൻ്റെ SBR ആൻഡ് SPL ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഓപ്ഷണൽ പേപ്പേഴ്സിൽ നമ്മളുടെ അഡ്വാൻസ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ്, അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അഡ്വാൻസ് ടാക്സേഷൻ, അഡ്വാൻസ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം ഈ 4 പേപ്പേഴ്സാണ് ഇൻ ടോട്ടൽ. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു 2 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാം ക്വാളിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ACC ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ 3 years എക്സ്പീരിയൻസ് വേണം. അതുപോലെ നമുക്കൊരു ചെറിയൊരു മൊഡ്യൂൾ വരുന്നുണ്ട്, ഒരു എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ മൊഡ്യൂൾ വരുന്നുണ്ട്. അതുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ACC ക്വാളിഫൈഡ് ആയി. ഓക്കെ, ദെൻ അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ളത് എക്സംഷൻസിനെ കുറിച്ചിട്ടാണ്. എക്സംഷൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 10th +2 ആണെങ്കിൽ നമുക്ക് എക്സംഷൻ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, ഫിനാൻസ് റിലേറ്റഡ് ഡിഗ്രിക്കാണ് നമുക്ക്, അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ഡിഗ്രിക്കാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നുള്ളൂ. അതിൽ തന്നെ നിങ്ങൾ BCom ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 4 to 6 പേപ്പേഴ്സിൻ്റെ എക്സംഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആൻഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ 6 പേപ്പേഴ്സിൻ്റെ എക്സംഷൻ കിട്ടുന്നുണ്ട് കറൻ്റ്ലി. ദെൻ നമുക്ക് BBA നോക്കുകയാണെങ്കിൽ 1 to 3 പേപ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മളെ എക്സംഷൻസ് ചേഞ്ചസ് വരും. ദെൻ നമുക്ക് അനദർ വരുന്നത് നമ്മൾ BAക്ക് അഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു BAക്ക് ഇല്ല, എക്സംഷൻ ഒന്നും കിട്ടുന്നില്ല. ദെൻ അത് ഫിനാൻസ് റിലേറ്റഡ് കോഴ്സസ് ലൈക്ക് BFA ആൻഡ് അതർ കോഴ്സസ്, അതിന് നമുക്ക് 4 to 6 പേപ്പേഴ്സ് തന്നെയാണ് നമുക്ക് അതിനും കിട്ടുന്നത്. ദെൻ വേറെ നമുക്ക് നോക്കാനുള്ളത് മാസ്റ്റർ ഡിഗ്രീസ്, നമ്മുടെ MCom, MBA. MCom വരുന്നത് അഗെയിൻ 4 to 6 പേപ്പേഴ്സിൻ്റെ എക്സംഷൻ തന്നെയാണ് വരുന്നത്. MBA സെയിം, MBAക്കും അത് തന്നെയാണ് വരുന്നത്. പക്ഷേ MBAക്ക് നമ്മൾ ഫിനാൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സംഷൻ കിട്ടുള്ളൂ. നമ്മൾ മാർക്കറ്റിങ്ങോ HR ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സംഷൻ കിട്ടില്ല. ക്ലിയർ? അടുത്തതായിട്ട് സ്റ്റുഡൻസ് എടുക്കാറുള്ളത് BSc ആണ്. BSc മാത്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സംഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ BSc മാത്സ് എടുത്തുകൊണ്ട് നമുക്ക് എക്സംഷൻ ഒന്നും കിട്ടുന്നില്ല. BScക്ക് നോർമലി എക്സംഷൻ കിട്ടാറില്ല. ദെൻ വേറെ ചോദിക്കാറ്, ഇപ്പോൾ CA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ CAക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് എക്സംഷൻ കിട്ടാറുണ്ടോ? CAയുടെ എക്സംഷൻ എന്ന് പറയുന്നത് CA നിങ്ങളൊരു ഫൗണ്ടേഷൻ സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻ ഒന്നുമില്ല. നിങ്ങളൊരു IPCC, നിങ്ങളൊരു ഇൻ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻ ഉണ്ട്. 5 to 6 പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇൻ്റർ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 5 പേപ്പേഴ്സാണ് നമുക്ക് എക്സംഷൻ. നിങ്ങൾ BCom കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 പേപ്പേഴ്സിൻ്റെ എക്സംഷൻ കിട്ടാറുണ്ട്. ദെൻ നമുക്ക് ഫൈനൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് 9 പേപ്പേഴ്സിൻ്റെ എക്സംഷൻ കിട്ടുന്നുണ്ട്.
ഫൈനൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രാറ്റജിക് ലെവൽ മാത്രം എഴുതിയെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ഒരു അബ്രോഡൊക്കെ ജോലി നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി CA-നെക്കാട്ടിയും കുറച്ചുകൂടി ഇന്ത്യൻ CA-നെക്കാട്ടിയും കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു IFRS ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു ചെറിയ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. നമ്മൾക്ക് അതർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ലൈക്ക് CMA, CPA, CFA. നമുക്ക് CMA നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ CMAക്ക് നമുക്ക് ഓഫ്കോഴ്സ് നിങ്ങളൊരു 5 years CMA കംപ്ലീറ്റഡ് ആണ്, 5 years എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്. CMA കംപ്ലീറ്റഡ് ആണ്, 5 years എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്. നിങ്ങളൊരു ജസ്റ്റ് കംപ്ലീറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു 5 to 7 ബിറ്റ്വീൻ നമുക്ക് 5 to 7 പേപ്പേഴ്സിൻ്റെ എക്സംഷനാണ് നമുക്ക് കിട്ടാറ്. ദെൻ നിങ്ങളൊരു CMA US ആണ്, 5 to 7 ബിറ്റ്വീൻ നമുക്ക് 5 to 7 പേപ്പേഴ്സിൻ്റെ എക്സംഷനാണ് നമുക്ക് കിട്ടാറ്. ദെൻ നിങ്ങളൊരു CMA US ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ നോളജ് ലെവൽ ആണ് നമുക്ക് എക്സംഷൻ, നമ്മളുടെ ഫസ്റ്റ് 3 പേപ്പേഴ്സ് നമുക്ക് എക്സംഷനായിട്ട് കിട്ടും. ഓക്കെ. ദെൻ അതർ റിലേറ്റഡ് ഇപ്പോൾ ഞാൻ CFA, CPA ഒക്കെ പറഞ്ഞു. നമുക്ക് CFA കേരളത്തിൽ അങ്ങനെ സ്റ്റുഡൻസ് കൂടുതൽ എടുത്ത് കാണാറില്ല. CPA നോക്കുകയാണെങ്കിൽ നമുക്ക് 8 പേപ്പേഴ്സിൻ്റെ എക്സംഷൻ കിട്ടാറുണ്ട്. നമ്മളെ എക്സാംസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പിന്നെ ഒരു ഡൗട്ട് വരാറ്. നമ്മളെ എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ലെവലിലും 3 ടൈപ്സ് ഓഫ് എക്സാംസ് ആണ്. ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, നമുക്ക് ഇൻ റിട്ടേൺ ഒന്നുമില്ല. നോളജ് ലെവലിന് നമുക്ക് വരുന്നത് ഫുള്ളായിട്ട് MCQs മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് MCQs ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്കിൽ ലെവലിലേക്ക് കിടക്കുന്നതെന്ന് വെച്ചാൽ 16 മാർക്സിൻ്റെ MCQസും 40 മാർക്സിൻ്റെ നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് MCQs ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കാൽക്കുലേഷൻസ് എല്ലാം പേപ്പറിൽ ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ 40 അഗെയിൻ ബാക്കി വരുന്ന ബാലൻസ് 40 മാർക്സ് 100 മാർക്സിലാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. ബാക്കി വരുന്ന 40 മാർക്സ് നമുക്ക് എക്സലും അതേപോലെ നമ്മളുടെ വേർഡിലും പ്രസൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്ട്രാറ്റജിക് ലെവൽ ഫുള്ളായിട്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവാണ്, ഇതേപോലെ എക്സലും അതേപോലെ വേർഡിലും നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ദെൻ ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ. ഇനി ഫീസിൻ്റെ ഒരു സ്ട്രക്ചറാണ് പറയുന്നത്. നിങ്ങൾക്ക് സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ ഈസി പ്രോസസ്സ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട്. ഫീസ് സ്ട്രക്ചർ വരുന്നത് നമുക്ക് 89 പേപ്പേഴ്സാണ് നമുക്ക് ഇനീഷ്യൽ സബ്സ്ക്രിപ്ഷൻ. ഡിസ്കൗണ്ട് ചില സമയത്ത് വരാറുണ്ട്, നമുക്ക് 30 പൗണ്ടിനൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാറുണ്ട്. ദെൻ ഇനി നമുക്ക് സബ്സ്ക്രിപ്ഷൻ വരുന്നത് നമ്മൾ എത്ര ടൈമാണോ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ടൈമിലേക്ക് നമ്മൾ ഓരോ വർഷത്തേക്കും 116 pounds നമ്മൾ സബ്സ്ക്രിപ്ഷനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ എക്സാം ഫീസ് വരുന്നുണ്ട്. എക്സാം ഫീസ് നമുക്ക് ചേഞ്ചസ് വരും. ഒരു 116 to 226 ഇൻ ബിറ്റ്വീൻ നമുക്ക് ചേഞ്ചസ് വരുന്നുണ്ട്, ഡിപ്പെൻഡ് അപ്പോൺ യുവർ എക്സാമിനേഷൻ. ഫസ്റ്റ് അറ്റംപ്റ്റിന് നമുക്ക് നമ്മളെ എല്ലാ പേപ്പേഴ്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 lakh rupee നമുക്ക് കോസ്റ്റ് മാത്രം വരുന്നുണ്ട്. നമ്മളെ ACCA ഒക്കെ ഡയറക്റ്റ് പേ ചെയ്യേണ്ട എമൗണ്ട് മാത്രം ഇത്ര വരുന്നുണ്ട്. ദെൻ അനദർ ഫീസ് വരുന്നത് നമ്മളെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ നിങ്ങൾ പഠിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫീസ് അവിടെയും വരുന്നുണ്ട്. സോ ബിറ്റ്വീൻ ഒരു 2.5 to 3 lakh or above പോകാറുണ്ട്. പിന്നെ വേറൊരു ഡൗട്ടായിട്ട് സ്റ്റുഡൻസ് ചോദിക്കാറ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്തു തുടങ്ങാം. ഈവൻ നിങ്ങളുടെ ACC രജിസ്ട്രേഷന് മുന്നേ വേണമെങ്കിൽ ചെയ്യാം. സോ ഇതെല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാം. CC പറയുന്നത് നിങ്ങൾ അപ്രൂവ്ഡ് എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ഈവൻ നിങ്ങളൊരു CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ CA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ചോദിക്കാറുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് യെസ് യു ക്യാൻ, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു 3 years നമ്മുടെ PER ആയിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ജനറൽ ഡൗട്ടായിട്ട് ഇത്രയൊക്കെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇതിലും മേളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ കമൻറ്റ് ഹിയർ ആൻഡ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും നിങ്ങൾക്ക് ചോദിക്കാം.